കോട്ടയം സ്വദേശിയായ ശ്രീ ജോർജ് കുര്യൻ മോഡി സർക്കാരിന്റെ സഹമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തത് വലിയ സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അത് ന്യൂനപക്ഷ ക്ഷേമമുണ്ട്, ഫിഷറീസ് ഉണ്ട്, ക്ഷീര സംരക്ഷണമുണ്ട്, മൃഗസംരക്ഷണ വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിന് പോർട്ട്ഫോളിയോ നിർണയിച്ചത്. ഇത് കേവലം യാദൃശ്ചികമാണ്. ജോർജ് കുര്യനിലൂടെ നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടി കൂടുതൽ പിന്തുണയ്ക്ക് കാരണമാകുന്ന വിധമുള്ള ഒരു ചിന്തയായിരുന്നു നരേന്ദ്രമോദി ജോർജ് കുര്യനിലൂടെ നിറവേറ്റാൻ പോകുന്നത്. ജോർജ് കുര്യൻ ഏറ്റെടുത്തിരിക്കുന്ന വകുപ്പുകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ കാലാകാലങ്ങളായി പ്രതിസന്ധികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കൂടിയാകുമ്പോൾ ആ സംശയത്തിന്റെ, ആ ചോദ്യത്തിന്റെ ശബ്ദം ഉയരും. എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ? ആ ലക്ഷ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് ക്രൈസ്തവ സമൂഹത്തിന് അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ, ഒപ്പം അമൽ സിറിയക്. രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ദ ഫയർ റൂമിലേക്ക് സ്വാഗതം. അമൽ, നമ്മൾ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല. കാലാകാലങ്ങളായി നമ്മൾ ഇത് തന്നെയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ പലവട്ടം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ സർപ്രൈസ് ആയിട്ട് കോട്ടയത്ത് നിന്ന് ജോർജ് കുര്യൻ അദ്ദേഹം സഹമന്ത്രിയായി മോഡി ഗവൺമെന്റിൽ സഹമന്ത്രിയാകുന്നു. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം നമുക്ക് കൃത്യമായി അറിയാമായിരുന്നു. അദ്ദേഹം മന്ത്രിയാകും, കേരളത്തിൽ നിന്ന് MP ആയ ഒരാൾ. എന്നാൽ ജോർജ് കുര്യൻ വളരെ പെട്ടെന്ന് മന്ത്രി ആകുന്നു. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ആദ്യ ദിവസങ്ങളിലൊന്നും വന്നില്ല. രാഷ്ട്രപതിയുടെ ഔദ്യോഗികമായ ഡോക്യുമെന്റിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ന്യൂനപക്ഷ ക്ഷേമമാണ്. അപ്പൊ അമൽ സിറിയക്കിന്റെ കേരളം അറിയുന്നത് ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. 80:20 ഉൾപ്പെടെ വിഷയങ്ങൾ ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലിനൊപ്പം അതിനുവേണ്ടി ഫൈറ്ററായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഒന്നൊന്നായി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ അമലിന് എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായി അങ്ങ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് BJP സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എല്ലാ മതങ്ങളിലേക്കും അവര് വഴിയൊരുക്കുക എന്നുള്ളത് അവരുടെ അജണ്ട. അപ്പം ആര് ചേർന്ന് നിൽക്കുന്നോ എന്നൊരു ചിന്തയിലാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെ നിലവിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ആ ഒരു പിൻബലം കിട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗം തന്നെയാണ് ജോർജ് കുര്യനിലേക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ ജോർജ് കുര്യന് കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ, ഒന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്. അത് ക്രിസ്ത്യാനികളും എല്ലാം ഉൾപ്പെടുന്ന ഒരു വകുപ്പാണ്. അതായത് 6 ന്യൂനപക്ഷ വിഭാഗങ്ങളാണുള്ളത്. അതിനകത്ത് ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണുള്ളത്. രണ്ടാമത്തെ ഒരു വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷറീസ് ആണ്. ഈ ഫിഷറീസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെയൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ തീരദേശം മുഴുവൻ എന്ന് പറയുന്നില്ല, എന്നാലും തീരദേശം നല്ലൊരു ശതമാനം ലാറ്റിൻ കാത്തലിക്സ് ഒക്കെ അധിവസിക്കുന്ന, ഈ ക്രിസ്ത്യാനികൾ അധിവസിക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ കാലാകാലങ്ങളായിട്ട് മത്സ്യബന്ധന തൊഴിലാളികൾ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം വേണമെങ്കിൽ ഒരു ആശ്വാസമാകാവുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് ജോർജ് കുര്യനിലൂടെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പം ക്രിസ്ത്യാനികൾ ഒപ്പം നിന്നേക്കാം എന്ന ചിന്തയും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ വന്നത് ഈ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണമാണ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഒരു കർഷക സമൂഹമാണ് മെജോറിറ്റി. അതിനകത്ത് കുടിയേറ്റ മേഖലയും കുട്ടനാട് മേഖലയും തീരദേശ മേഖലയും അങ്ങനെ നമുക്ക് തിരിക്കാം. അതിനകത്ത് തീരദേശ മേഖലയ്ക്ക് അനുയോജ്യമായ ഫിഷറീസ് അവിടെ വന്നു. ഇനി കുട്ടനാട് മേഖല അവിടെ കിടക്കുന്നുണ്ട്, അഗ്രികൾച്ചർ മേഖല അവിടെ കിടക്കുന്നുണ്ട്, കുടിയേറ്റ മേഖല അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഒരു ആനിമൽ ഹസ്ബൻഡറി, അതായത് മൃഗസംരക്ഷണവും അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കൃഷിയായിട്ട് തന്നെ വരുന്ന ഒരു വിഭാഗങ്ങളാണ്. അപ്പം ഈ മൃഗസംരക്ഷണത്തിലൂടെ തന്നെ കൂടുതൽ ക്രൈസ്തവരിടയിലേക്ക് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ അനുകൂല സമീപനം BJPക്ക് കിട്ടിയേക്കാം എന്നൊരു ചിന്തയും ഇതിനകത്തുണ്ടായിരിക്കണം. ഇങ്ങനെ BJPയുടെ ഒരു ചിന്ത ഇവിടെ കിടക്കുമ്പോൾ തന്നെ ക്രൈസ്തവർ തിരിച്ചും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പദ്ധതികളിലൂടെ വരുന്ന പണമെല്ലാം നമ്മുടെ നികുതി പണം തന്നെയാണ്. ഓരോ ക്രൈസ്തവന്റെയും നികുതിയുടെ ഒരു അംശം തന്നെയാണ്
സർക്കാരിന്റെ പദ്ധതികളായിട്ട് ക്രൈസ്തവർ കിട്ടുന്നത്. അപ്പൊ ആ പദ്ധതികളെ കൃത്യമായും പ്രയോജനപ്പെടുത്താൻ ക്രൈസ്തവര് തയ്യാറാകണം എന്നുള്ളതാണ് മറ്റൊരു ചിന്തയായിട്ട് നമ്മുടെ മുമ്പിൽ വരേണ്ടത്. അപ്പൊ അതിനായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ് ജോർജ് കുര്യൻ. ജോർജ് കുര്യനെ കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതും ചെയ്യേണ്ടതും. എങ്കിലേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പരിതപിക്കുന്നതിലുപരി പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായി മാറേണ്ടത്. തീർച്ചയായിട്ടും സാധ്യത ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല അമൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്നൊരു ചോദ്യം വളരെ കാലങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പുതിയ കേരളത്തിലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇപ്പം ഈ ഷക്കീന ചാനൽ ഉൾപ്പെടെ, ചാനലിലെ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ ക്രൈസ്തവ പ്രാതിനിധ്യം, അല്ലെങ്കിൽ പലപ്പോഴും ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് കേവലം ഒരുപറ്റം ആളുകളുടെയും അവരുടെ ഇഷ്ടക്കാരുടെയും ഇഷ്ടങ്ങൾ നിറവേറ്റാനുള്ള വകുപ്പായി മാറി. ശ്രീ കെ ടി ജലീലിനെയൊക്കെ നമ്മൾ ഈ ചർച്ചയിൽ പ്രത്യേകം സ്മരിക്കേണ്ടതുമാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, കുറച്ച് റെസ്പോൺസിബിൾ ആയ ഒരാൾ ഈ സ്ഥാനം ഏറ്റെടുക്കണമെന്നത് ക്രൈസ്തവ സമൂഹ വിവിധ പിതാക്കന്മാരൊക്കെ ആവശ്യപ്പെട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ വിഭജനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ്, അന്ന് മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത്. ജലീല് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അബ്ദുറഹ്മാൻ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു വകുപ്പ് സർപ്രൈസായി പിണറായി വിജയൻ അത് ഏറ്റെടുക്കുന്നു. അന്ന് നമ്മൾ കണ്ടതാണ് പിണറായി വിജയന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സഭ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കുന്നു. എന്ന് വെച്ചാൽ കുറച്ചൊരു വിശ്വാസപ്പെട്ട ഒരു കരത്തിൽ ന്യൂനപക്ഷങ്ങളെ ഒരുപോലെ കാണുന്ന ഒരാൾ ആ വകുപ്പിന് അധ്യക്ഷനായി വരുന്നു, അല്ലെങ്കിൽ മന്ത്രിയായി വരുന്നു എന്നത് ഒരു പോസിറ്റീവായ ഒരു വാർത്തയായി വ്യാഖ്യാനിച്ചു, മനസ്സിലാക്കി. എന്നാൽ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ മറ്റു പല വിഷയങ്ങളിലും ചർച്ചകളിലും ഇടപെട്ട സമയത്ത് വീണ്ടും അബ്ദുറഹ്മാൻ അവിടെ മന്ത്രിയായി മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പിന്നീട് അതിന് പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഓർക്കേണ്ട കാര്യം, ഈ അബ്ദുറഹ്മാൻ തന്നെയല്ലേ നമ്മുടെ ഫിഷറീസിന്റെ ഉത്തരവാദിത്വമുള്ളതും. നമ്മൾ അതിനുശേഷം അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരം നടക്കുന്ന സമയത്ത്, വിഴിഞ്ഞം സമരം നടക്കുന്ന സമയത്ത് വലിയ പ്രസ്താവനകൾ നടത്തുകയും ഔദ്യോഗിക പിതാക്കന്മാരെ അടക്കം ലത്തീൻ സഭയുടെ ഔദ്യോഗിക പിതാക്കന്മാരെയും സമര നായകന്മാരെയും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ സാധിക്കാത്ത ഒരു കാര്യം കേന്ദ്രത്തിൽ സാധിക്കുന്നു എന്നുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷെ കേന്ദ്രത്തിൽ അവർക്കൊരു ശബ്ദമാകാൻ ഒരു സ്പേസ് BJP കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷെ നമ്മൾ ഈ കാലങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട രാഷ്ട്രീയ ചർച്ചകൾ അധികം പേർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ നടക്കാതിരിക്കുകയും അതേ വകുപ്പ് കേന്ദ്രത്തിൽ ഒരു MP പോലും അല്ലാതിരുന്ന, MLA പോലും അല്ലാതിരുന്ന ജോർജ് കുര്യനെ ഡൽഹിയിലേക്ക് അയക്കുകയും അദ്ദേഹത്തിന് മറ്റു വകുപ്പുകൾ ഒന്നും കൊടുക്കാതെ കേരളത്തിൽ അമൽ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ കാലങ്ങളായി ആവശ്യപ്പെട്ട വകുപ്പുകൾ കൃത്യമായി ജോർജ് കുര്യനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് മോഡിയുടെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്, മോഡിയുടെ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഞാൻ സച്ചിനിലേക്ക് വരാം. സച്ചിൻ, ലാറ്റിൻ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തീരദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ്. ഞാനിത് പറയുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത് തിരുവനന്തപുരം നടന്ന ലോക്സഭാ ഇലക്ഷനാണ്. നമുക്കറിയാം തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷന്റെ അവസാനത്തെ 3 മിനിറ്റ് വരെ ഞാൻ കൗണ്ടിങ് ലൈവിൽ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈവായിരുന്നു അവിടെ. കാരണം നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരും ഒരു സ്വിംഗ് ആയിട്ടുള്ള, ഒരു മസീവ് ആയിട്ടുള്ള, മനോഹരമായിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ അവിടെ കണ്ടത്. പക്ഷെ തീരദേശത്തിന്റെ വോട്ടുകൾ എണ്ണി വന്നപ്പോൾ ആണ് കുറെ കൂടി ആശ്വാസം തരൂറിന് വന്നത്. തീരദേശം തരൂറിനെ കൈവിടാതിരുന്നത് കൊണ്ട് മാത്രമാണ് തരൂർ ജയിക്കുന്നത്. അല്ലാത്ത പക്ഷങ്ങളിൽ എല്ലായിടത്തും തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനിലും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ BJPക്ക് ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്തുണ വേണം. തൃശ്ശൂരില് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഉള്ള അവിടെ അവരൊരു MBA ജയിപ്പിച്ചെടുത്തു, അയാളെ കേന്ദ്രമന്ത്രിയാക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു പ്രാതിനിധ്യം കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സഹമന്ത്രിയായിട്ടാണെങ്കിൽ സുരേഷ് ഗോപി അവിടെ നിൽക്കുന്നു. മറുവശത്ത് ലാറ്റിൻ സഭയുടെ
പിന്തുണയുള്ള വളരെ പ്രധാനപ്പെട്ട ധാരാളം നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഒരു വളരെ നമ്പർ ഓഫ് മണ്ഡലങ്ങൾ ലോക്സഭയിലാണെങ്കിലും 5-6 മണ്ഡലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി വോട്ട് ഉള്ള മണ്ഡലങ്ങളാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ജോർജ് കുര്യനെ പോലുള്ള ആൾ വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം മാജിക് ഉണ്ടാക്കും എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. പക്ഷേ കാലങ്ങളായി KRLCCയും ലാറ്റിൻ സഭയും ഒക്കെ ആവശ്യപ്പെടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട, മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കടലുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സബ്സിഡി, ഫ്യൂവൽ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഒരു പക്ഷേ അവിടെ ഒരു കൃത്യമായ ഒരു വിന്യസിക്കൽ ജോർജ് കുര്യനിലൂടെ നടത്തി തീരദേശത്തിന്റെ ഒരു പിന്തുണ നേടിയെടുത്ത് പതിയെ പതിയെ തീരദേശത്തും നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗം അവിടെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടാകാം. അതെന്തുമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ. പക്ഷേ ഈ വകുപ്പുകൾ തീർച്ചയായിട്ടും തീരദേശ മേഖലയിലെ ക്രൈസ്തവർക്ക് കൂടെ കൃത്യമായി വിനിയോഗിക്കാൻ പാകത്തിനുള്ള വകുപ്പുകൾ തന്നെയല്ലേ ആന്റണി സച്ചിൻ? തീർച്ചയായിട്ടും. നമുക്കൊരു വലിയൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവ നാമധാരി വന്നതുകൊണ്ടാണല്ലോ നമ്മൾ പലപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നത്. ചിലപ്പോൾ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ഘടകം പക്ഷേ ഒരു മുസ്ലിം നാമധാരി വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നലും ഉണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ ഇതിലുപരിയായിട്ട് ഞാൻ കാണുന്നതേ, നമുക്ക് ഈ വ്യക്തികള്, രാഷ്ട്രീയക്കാര്, അവര് ഈ 5 വർഷ കാലഘട്ടത്തില് ഓരോ പദ്ധതികള്, ഇപ്പോ നിരവധി പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പദ്ധതിയെങ്കിലും വളരെ കാര്യക്ഷമമായിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നടപ്പിലാക്കിയാൽ തന്നെ അത് വിജയമാണ്. ഒരു പദ്ധതിയെങ്കിലും വളരെ കൃത്യമായിട്ട് അതിനനുവദിച്ച ഫണ്ട് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ചെയ്താൽ തന്നെ അത് തന്നെ ഒരു വിജയമാണ്. പക്ഷെ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടുവരുന്ന, പലപ്പോഴും എന്ന് പറയുന്ന ഒരു നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുകയും ചെയ്യും, എന്നാൽ 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവരെന്താണ് ഈ സ്ഥാനത്തിരുന്ന് ചെയ്തത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ പലപ്പോഴും ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പെർഫോമൻസ്. അതുകൊണ്ട് ഞാൻ ഒരു ക്രൈസ്തവ നാമധാരി എന്നുള്ള ഒരു അർത്ഥത്തിനേക്കാളും ഉപരിയായിട്ട് ആ ജനങ്ങൾക്ക് അവിടെ ഒരുപക്ഷെ ലാറ്റിൻ ക്രിസ്ത്യൻസ് ആയിരിക്കാം കൂടുതൽ, അതിൻ്റെ അകത്ത് തന്നെ മുസ്ലിംസ്, നാമധാരികളായ മുസ്ലിംസ് ആയിട്ടുള്ള തീരദേശവാസികൾ ഉണ്ടാകാം. അവർക്ക് എല്ലാവർക്കും തന്നെ, എല്ലാ നാനാജാതി വിഭാഗങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ പ്രത്യേകമായിട്ട് ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കി കഴിയുമ്പോഴത്തേക്കും അവരുടെ പുനരധിവാസത്തിന്റെ വിഷയങ്ങളുണ്ട്. അത് വളരെ ഗൗരവമായ വിഷയങ്ങളാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പാർപ്പിടം, ഒരു കുടുംബത്തിന്റെ പാർപ്പിടം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഉപജീവന മാർഗം നഷ്ടപ്പെടുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ഈ 2 കാര്യങ്ങൾ ആ ഒറ്റ കാര്യം പരിഹരിച്ചാൽ തന്നെ ആ പ്രദേശത്തുള്ള നാനാ വിഭാഗത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആ ഒറ്റ കാര്യം പരിഹരിച്ചാൽ തന്നെ ഈ 5 വർഷം അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ പറയുന്നത്, അനേകം കാര്യങ്ങൾ ഇങ്ങനെ പ്രൊജക്റ്റുകൾ ഉണ്ടെന്നും പറഞ്ഞ് കുറെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ വെറുതെ സ്വപ്നം കാണിക്കാതല്ലാതെ ഒരു കാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുക. അതിലൂടെ തന്നെ വലിയൊരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ സാധിക്കണം. അപ്പം വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കി വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കറിയാം, ഗോഡൌണുകളിൽ താമസിച്ച ആളുകളുടെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ്, അല്ലെ? അപ്പൊ അവർക്ക് നല്ലൊരു താമസ സൗകര്യം, അത് ഏതെങ്കിലും രീതിയിലായിക്കൊള്ളട്ടെ. നമുക്കറിയാം, നമ്മളിപ്പോ ആദിവാസികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും അവരുടെ ആവാസ വ്യവസ്ഥിതിയെ കുറിച്ച് പറയുന്നത് പോലെ മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ കടൽ തീരവും അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അവർക്ക് ആ ഭാഗത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അതേപോലെ തന്നെ ഉപജീവന മാർഗം കണ്ടെത്താൻ പാകത്തിന് അവർക്ക് ഫിഷിംഗ് ബോട്ട് ഇറക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള ഫണ്ടോ, ഈ പറഞ്ഞ ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ വളരെ നമ്മളുടെ നിലവിലുള്ള പ്രശ്നങ്ങൾ, 2-3 പ്രശ്നങ്ങൾ, പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തന്നെ അവിടെ വലിയൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നത്തിന് അവിടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഞാൻ പറയണ, അപ്പോ 1, 2, 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുത്ത് അത് പരിഹാരം കണ്ടെത്താൽ മാത്രം മതി. കൂടുതൽ പ്രൊജക്ട്സോ കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും. ഇപ്പോൾ നമുക്കറിയാം, JB കോശി കമ്മീഷന്റെ അതങ്ങനെ എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് ഏതൊക്കെയോ സെക്രട്ടേറിയറ്റിന്റെ ഏതൊക്കെയോ മേശപ്പുറത്ത് അത് ഇരുന്ന് ഉറങ്ങുന്നുണ്ടാകാം ഫയലുകൾ. പക്ഷെ അടുത്ത നിയമസഭ ഇലക്ഷൻ ആകുമ്പോൾ
ആ ഫയൽ എന്ന് അനക്കം വെച്ച് തുടങ്ങുമായിരിക്കും. ആ പേരിലും പറഞ്ഞ് നമുക്ക് ധാരാളം രാഷ്ട്രീയ നേട്ടങ്ങൾ പലർക്കും ഉണ്ടാക്കാനുള്ള സാഹചര്യവും ഉണ്ടാകാം. അത് നടപ്പാക്കുന്നത് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് കുറച്ചുകൂടെ ശക്തമായ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിട്ടായിരിക്കാം നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇത് ആദ്യമായിട്ടല്ല BJP ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാക്കാനുള്ള ഒരു ശ്രമം ദീർഘകാലം ഇവിടെ ഉണ്ടായിരുന്നു. അത് സമീപകാലത്താണ് അതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ മങ്ങിയത് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു പശ്ചാത്തലം കൂടി ഒരുപക്ഷെ ഈ ഒരു മുന്നേറ്റത്തിൽ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏത് മേഖലയിലുള്ള ഇടപെടലായിരിക്കാം ന്യൂനപക്ഷങ്ങൾക്ക്, ക്രൈസ്തവരുടെ തന്നെ ലിമിറ്റ് ചെയ്യേണ്ട, പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിയമങ്ങളായി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലാണ് വേണ്ടത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സമീപകാലത്ത് പല ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളും കേന്ദ്രം റദ്ദാക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മണിപ്പൂർ ഉൾപ്പെടെയുള്ള നീറുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളുണ്ട്. ന്യൂനപക്ഷ സമൂഹത്തിന് കേട്ട ഏറ്റവും വലിയ മുറിവ്, ഇന്ത്യക്ക് തന്നെ ഏറ്റ ഏറ്റവും വലിയ മുറിവ് മണിപ്പൂരാണ്. അവിടത്തെ ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അവിടെ പുനരധിവാസം വലിയ ചലഞ്ചായി ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏതൊക്കെയായിരിക്കും വളരെ പ്രയോറിറ്റിയോടുകൂടി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് പെടേണ്ടതെന്നാണ് അമലിന് തോന്നുന്നത്? ഒന്നാമത്തെ ഒരു കാര്യം, ജോർജ് കുര്യൻ ഈ ന്യൂനപക്ഷ വകുപ്പിൽ പുതിയതല്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു കാലഘട്ടത്തില് ന്യൂനപക്ഷ അതായത് കമ്മീഷന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കമ്മീഷന്റെ ഭാഗമായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം സംസ്ഥാനങ്ങളൊക്കെ തന്നെ സഞ്ചരിക്കുന്നു. ന്യൂനപക്ഷ വിഷയങ്ങളെ പറ്റി അദ്ദേഹം അവയർനെസ് ഉണ്ടാകുന്നു. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹം കേരളത്തിൽ വന്ന ഒരു സാഹചര്യത്തില് നമ്മുടെ KCVC-യിലൊക്കെ ചെല്ലുകയും അവിടെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം 2017 80:20 വിഷയം അവിടെ ചർച്ചയാവുകയും ആ 80:20 വിഷയത്തിന് അത് ആ ശതമാനത്തിൽ വരെ 60:40 ആക്കണമെന്ന് പറഞ്ഞ KCVC ആ ഒരു നയത്തോട് അതിനെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഇവർ ഈ സന്ദർശന റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ചപ്പം അതിനകത്ത് കൃത്യമായിട്ടും ഇത് രേഖപ്പെടുന്നുണ്ട്. 2017 ഈ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു KCVC ആയിട്ടുള്ള മീറ്റിങ്ങിനകത്ത് ഈ വിഷയം അവിടെ 60:40 ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ വിഷയത്തെ പറ്റിയൊക്കെ ഒരു ധാരണയുള്ള ഒരു വ്യക്തിയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പം കേരളത്തിൽ നിന്ന് മറ്റൊരു MP കൂടെ രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ട്. അത് ഹാരിസ് ബീരാനാണ്. ഈ ഹാരിസ് ബീരാനാണ് 80:20 വിഷയ കേസില് എതിർകക്ഷിയായി നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മുഴുവൻ വേണം എന്ന രീതിയിലേക്ക് വാദിക്കുന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പിതാവും കൂടെ നടത്തുന്ന ഒരു ട്രസ്റ്റിന്റെ പേരിലാണ്. ഇദ്ദേഹം തന്നെയാണ് വാദിക്കുന്നതും. അത് ഹൈക്കോടതിയിൽ അദ്ദേഹം വാദിക്കുന്നു. അവിടെ തോറ്റുപോയി. ഹൈക്കോടതിയിൽ 3 സ്ഥലങ്ങളിലാണ് ആ വിധിയിൽ പരാമർശം വരുന്നത്. അതായത് ഇതൊരു ഭരണഘടനയുടെ കടുത്ത ലംഘനമായിരുന്നു, അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത്, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അൺസപ്പോർട്ടഡ് ബൈ എനി ലോ എന്ന് പറഞ്ഞ വേറൊരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തുന്ന ഒരു വിധി ഈ ഹൈക്കോടതി വിധിയാന്ന് ഓർത്താണ്. എന്നിട്ട് ഇത് സുപ്രീം കോടതി വീണ്ടും അപ്പീലിന് പോകുന്ന ആ ഒരു സമയത്താണ് ഇതിനെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ഹാരിസ് ബീരാൻ തന്നെ സുപ്രീം കോടതിയിൽ പോവുകയും ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ പേരിൽ പോവുകയും അവസാനം അവിടെ നിന്നും സുപ്രീം കോടതി സ്റ്റേ അനുവദിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു MP കൂടെ ഇവിടെ പോകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ MP-മാർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടെ മനസ്സിലാക്കണം. കേരളത്തിന്റെ ഒരു MP ആയിട്ട് തന്നെ മാറാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പൊ മന്ത്രിയായിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു ജോർജ് കുര്യന്റെയും ഒരു അനുഭവം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇനി അവിടെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജോർജ് കുര്യനെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊരു ചിന്തയും കൂടെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം നമുക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കുമോ പ്രവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കേണ്ട കാര്യവുമില്ല. അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മന്ത്രിയാണ്. ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ വിഭാഗങ്ങൾക്കും ഒപ്പം നിൽക്കേണ്ട ആള് തന്നെയാണ് മന്ത്രി. ഏതെങ്കിലും വിഭാഗത്തിനോ ഏതെങ്കിലും ഒക്കെ ഒരു മതത്തിനോ അനുകൂലമായി നിൽക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭൂഷണമായ കാര്യവുമല്ല. പക്ഷേ ന്യൂനപക്ഷ വകുപ്പിൽ വളരെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനത്ത് നിന്ന ഒരാൾക്ക് കൂടുതൽ അധികാരമുള്ള ഒരു മന്ത്രിയായി, സഹമന്ത്രിയായി നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ കാലാകാലങ്ങളായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾക്ക് നീതിക്കൊപ്പം നിൽക്കാനുള്ള ഒരു വിളിയാണ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ചോദ്യചിഹ്നവും കൂടിയാണ്. അതായത് കേരളത്തിൽ ഇതുവരെയും, അതായത് 2001 മുതലേ കേരളത്തിൽ ന്യൂനപക്ഷ മന്ത്രിയുണ്ട്. 2001 മുതൽ ഇത്രയും കാലഘട്ടത്തിൽ ന്യൂനപക്ഷ മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടും
ഒരൊറ്റ തവണ പോലും ഒരു ക്രിസ്ത്യാനിയെ ന്യൂനപക്ഷ മന്ത്രിയായിട്ട് ഇവിടെ നിയമിച്ചിട്ടില്ല. അതേസമയം ഈ ഇടയ്ക്ക് പിണറായി വിജയൻ വന്ന കാലഘട്ടം ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ മുസ്ലിം മന്ത്രിമാർ തന്നെയാണ്, അതായത് മുസ്ലിം നാമധാരികളായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഈ മന്ത്രിമാരായിട്ട് വന്നിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ പോലും മന്ത്രിയായിട്ട് വെച്ചിട്ടില്ല. ഇനി മാത്രവുമല്ല, ഈ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നടത്തണം. ഒരു നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു കോടതി അധികാരം, ഒരു സിവിൽ കോടതി അധികാരമുള്ള ഒരു സംവിധാനമാണ് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനായിട്ടും ഇതുവരെയും ഒരു ക്രിസ്ത്യാനിയെ പോലും ഇവർ വെച്ചിട്ടില്ല ഇത്രയും കാലഘട്ടമായിട്ടും. അപ്പം ഇവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നടപടികൾ എടുക്കേണ്ട ഒരു തലത്തിലെ ക്രിസ്ത്യാനികളുടെ അഭാവം അവിടെ വ്യക്തമാണ്. ആ തലത്തിലാണ് കേന്ദ്രം വെറും 2.5% അല്ലെങ്കിൽ അത്രയുള്ള ഒരു സമൂഹത്തിൽ നിന്നും ഒരാളെ ഇതിലേക്ക് നിയോഗിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ചോദ്യചിഹ്നമാണ് കേരളത്തിലേക്ക്. എന്തുകൊണ്ട് കേരളത്തിൽ ഇതായിക്കൂടാന്ന് ക്രൈസ്തവർക്ക് തന്നെ സർക്കാരിനോട് ചോദിക്കാനായിട്ടുള്ള ഒരു ചോദ്യചിഹ്നമായിട്ടാണ് മാറുകയാണ്. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജോർജ് കുര്യൻ തന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ ആ ഒരു ഭാഗമായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ വിദേശത്തേക്ക് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നതിനെതിരെ പുള്ളി പ്രവർത്തിച്ചായിട്ടും ആ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തിയായിട്ടൊക്കെ പുള്ളി ചില സ്ഥലങ്ങളിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കാലഘട്ടത്തിൽ പലപ്പോഴും ഈ ക്രൈസ്തവർ നേരിടുന്ന പല വിഷയങ്ങളിലെയും പലരും അഡ്രസ് ചെയ്യുന്നില്ല. പലരും അഡ്രസ് ചെയ്യാതെ കിടക്കുന്ന സമയത്തും ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോർജ് കുര്യൻ. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസവാക്ക് ജോർജ് കുര്യനുണ്ട്. ഇനി മാത്രമല്ല, ഇദ്ദേഹം ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇവിടെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ 6 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ബാക്കിയുള്ള 5 ന്യൂനപക്ഷ വിഭാഗങ്ങളും ചിലപ്പം ഇദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തിയേക്കാം. ഇപ്പം ക്രൈസ്തവർ കേരളത്തിലെ ക്രൈസ്തവർ ഓർക്കുവാണ് ഇദ്ദേഹം ഒരു BJP കാരനല്ലേ എന്നൊക്കെയുള്ള പരമ്പരാഗതമായ ചിന്തയിൽ ഇത് BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം നിർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാണെങ്കിൽ പലപ്പോഴും ഈ ബാക്കിയുള്ള ഒരു 5 സമൂഹമായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തുക. ഈ കേന്ദ്ര സർക്കാരിന്റെ കോടിക്കണക്കിനുള്ള പദ്ധതികള് ഇവര് തന്നെ പ്രൊജക്ടുകൾ തയ്യാറാക്കി നൽകുകയും ഈ ജോർജ് കുര്യനിലൂടെ അവർക്ക് വേണ്ട വളർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാനൊരു സാധ്യതയുണ്ട്. അവിടെയും ക്രൈസ്തവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത പുലർത്തുകയും കൃത്യമായി നമുക്ക് സംസാരിക്കാൻ ഒരു ഇടം, ഒരു പാലം കിട്ടുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. ഇനി മറ്റൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ 100% അധികാരം കേന്ദ്ര സർക്കാരിനല്ല. അതായത് കേന്ദ്ര സർക്കാർ ഒരു 100 കോടി രൂപ ഒരു സ്ഥലത്തേക്ക് ഒരു സംസ്ഥാനത്തിന് നൽകുവാണെങ്കിൽ ആ സംസ്ഥാന പകുതി ശതമാനം അതിന് പങ്കെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന് അതിന്റെ സ്ഥലം ഏറ്റെടുക്കേണ്ടത് എവിടെയാണെന്നും ആർക്കാണ് അത് വിനിയോഗിക്കേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് ആ പദ്ധതി കൊടുക്കേണ്ടതെന്നുള്ളതും എല്ലാം തീരുമാനിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ജോർജ് കുര്യൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും തന്നാൽ പോലും സംസ്ഥാന സർക്കാർ അതിന് കടിഞ്ഞാണിടുവാണെങ്കിൽ പലപ്പോഴും ആ പദ്ധതികൾ ഇവിടെ നടപ്പിലാകത്തില്ല. ചലഞ്ച് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ, അതായത് നമ്മൾ ജോർജ് കുര്യനെ കൂടുതൽ ആശ്രയിക്കുമ്പോൾ പല പദ്ധതികളും വരാത്തത് ചിലപ്പം കേരള സർക്കാരിൽ നിന്നുമുള്ള ചില വെട്ടുകൾ ഉണ്ടായേക്കാം. അതിനെ നമ്മൾ ജാഗ്രതയോടെ കാണണം. അതിനെ ജാഗ്രതയോടെ കണ്ടു തന്നെ സർക്കാരിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വേണം നമ്മൾ കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാനായിട്ടും അതിനൊരു ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. ശരി, ഇപ്പൊ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുമ്പം ന്യൂനപക്ഷങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ മോഡി സർക്കാരിന്റെ കാലത്ത് നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ധാരാളം വധപ്രയോഗങ്ങൾ നമ്മൾ കണ്ടു. പല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ധാരാളം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചൊരു കാലം കൂടിയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു സ്കൂള്, അത് ഛത്തീസ്ഗഡിലെ ഒരു സ്കൂളിൽ, ആ സ്കൂളിലെ ഒരു കുട്ടി, ആ കുട്ടിയെ ഒരു സാഹചര്യത്തിൽ ടോയ്ലറ്റിൽ നിന്ന് കാണുകയും അവിടുത്തെ സിസ്റ്റർ അവരുടെ ID കാർഡ് ചോദിക്കുകയും ID കാർഡ് ചോദിച്ചു എന്നതിന്റെ മാത്രം വെളിച്ചത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. പിറ്റേ ദിവസം നമ്മൾ കണ്ടത് അവിടുത്തെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ, കേരളത്തിലെ CMC സഭയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പം ആ സിസ്റ്റർ ID കാർഡ് മാത്രം ചോദിച്ചൊരു ഘട്ടത്തിൽ അതിനെ രാഷ്ട്രീയമായി വൽക്കരിക്കുകയും വലിയ ജനക്കൂട്ടങ്ങൾ, ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിന് മുമ്പിൽ പ്രതിഷേധിക്കുന്ന ശബ്ദം നമ്മൾ കണ്ടു. ഇതിന് സമാനമായ ഒരു പ്രശ്നം നമ്മൾ തെലങ്കാനയിൽ കണ്ടു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ മധ്യപ്രദേശിൽ തന്നെ കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ, ആ സ്കൂളിൽ ധാരാളമായ പ്രതിഷേധങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട NDA സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. അപ്പോൾ അവരോട് ഇപ്പൊ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്
അവരുടെ കോവിഡ് കാലത്ത് അവിടുത്തെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഏതോ ഒരു നിർദ്ദേശപ്രകാരം ഇത്ര ശതമാനം കോഴ്സിന്റെ ഫീസ് കൂട്ടരുന്നോ മറ്റോ ഉള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷെ അതിന് എക്സെപ്ഷൻ ഉണ്ടെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ ഇവരോട് പറഞ്ഞിട്ടുമുണ്ട് ഈ സ്കൂളിനോട്. ഇതൊരു സ്കൂൾ മാത്രമല്ല, അവിടുത്തെ കത്തോലിക്ക സഭ വിദ്യാഭ്യാസങ്ങൾ മൊത്തം ബാധിക്കുന്ന വിഷയവുമാണ്. ഇങ്ങനൊരു പ്രശ്നം വന്ന സമയത്ത് എന്താണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും പുതിയ ഉത്തരവ്? അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം, ഇവർ വാങ്ങിയ ഇത്ര അധികം വാങ്ങിച്ച ഇത്ര 1000 രൂപയുടെ സ്കോളർഷിപ്പ് സ്കൂൾ ഫീസ് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചിടണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ പേരും അവരുടെ മതവും ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങളുടെ വിശുദ്ധ കുർബാനയും നിങ്ങളുടെ കൂദാശകളും നിങ്ങളുടെ ആരാധനകളും പഠിപ്പിച്ചിട്ടില്ല എന്ന് എന്ത് തെളിവാണുള്ളത്? ഇങ്ങനെ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ക്രൈസ്തവ സ്ഥാപനങ്ങൾ, ഇത് കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം സ്ഥാപനങ്ങൾ മറ്റു രീതി ചോദിക്കുന്നത്, പക്ഷെ ഇന്ത്യയിൽ 53,000-ത്തിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തമായുള്ള കത്തോലിക്ക സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്യാസ സമൂഹം നടത്തുന്ന സ്കൂളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ധാരാളം പ്രതിസന്ധികളിലൂടെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് മിഷണറിമാർ, കേരളത്തിലെ മിഷണറിമാർ വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. നമുക്കറിയാം, CMI സഭയിൽ വൈദികനോട് വളരെ പെട്ടെന്ന് ധാരാളം പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു വൈദികനോട് അവര് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് അദ്ദേഹത്തെ ഒരു പ്രത്യേക രീതിയിൽ അറസ്റ്റ് ചെയ്തു പോകുന്നു. മാസങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹത്തെ നമുക്ക് പുറത്തിറക്കാൻ സാധിച്ചത്. ഇങ്ങനെ ധാരാളം മിഷണറിമാർ പോലും കേസിലാകപ്പെടുന്നു, പ്രതിസന്ധിയിലാകുന്ന ഒരു കാലമാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഒരു ഇരുണ്ട കാലത്തിലൂടെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം പോകുന്ന ഒരു സമയത്തു കൂടെയാണ് ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ശുശ്രൂഷ, മിഷണറി, അങ്ങനെ മിഷണറി കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ കൂടി ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വകുപ്പിന് ഉണ്ടാകേണ്ടതല്ലേ? നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ഒരു 10 വർഷത്തെ മോഡി ഭരണത്തിൽ എടുത്തു നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ നോർത്ത് ഇന്ത്യയിലെ ഈ ഫാനാറ്റിക് ആയിട്ടുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇപ്പൊ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവര് BJP-ക്കാരുടെ അനുകൂലികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP-ക്കാര് അതിനോട് യോജിക്കുന്നവരായിരിക്കില്ല. പക്ഷെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വ ഐഡിയോളജി വളരെ തലക്ക് പിടിച്ച ആളുകളൊക്കെ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ. ഈ പറയുന്ന സ്കൂൾ ആക്രമിക്കുന്നു, സിസ്റ്റർമാരെ ആക്രമിക്കുന്നു, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ, പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ കാണുന്നുമില്ല. അതിപ്പോ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇപ്പൊ ഒരു ജോർജ് കുര്യൻ വന്നതോടുകൂടി ഈ നോർത്ത് ഇന്ത്യയിലുള്ള സകലമാന ഇത്രയും നാള് കാലാകാലങ്ങളായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. നമുക്ക് വേണ്ടോളം ജാഗ്രതയോടുകൂടെ കാര്യങ്ങള്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ അനേകം പേർക്ക് വെളിച്ചം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പീഡനങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മളെ ഏൽപ്പിച്ച കർത്തവ്യം വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, അത് സഹിക്കേണ്ടി വരും. പക്ഷെ അതിനെല്ലാം ദൈവം പ്രതിഫലം നൽകും. ആ ഒരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അല്ലാതെ വളരെ മാജിക്കലായിട്ടുള്ള രീതിയിൽ ഒരു മാറ്റം ഇനി അടുത്തൊരു 5 വർഷം കൊണ്ട് സംഭവിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല, കഴിഞ്ഞ ഒരു 5-10 വർഷത്തെ നോക്കുമ്പോഴത്തേക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് വെളിച്ചം ലഭിച്ചതുപോലെ അല്ലെ, നമ്മുടെ കേരള സമൂഹത്തിന് എല്ലാ മതവിഭാഗങ്ങൾക്കും വെളിച്ചം ലഭിച്ചത് ഈ പറഞ്ഞ ക്രൈസ്തവരുടെ സഭയുടെയും ക്രൈസ്തവരുടെ പള്ളിക്കൂടങ്ങളിലൂടെ ആണെങ്കിൽ ഈ വെളിച്ചം എല്ലാ സംസ്ഥാനങ്ങളിലെ മനുഷ്യരിലേക്ക് വെളിച്ചം ലഭിക്കാനായിട്ട് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ചെറിയ ചെറിയ മിഷൻ യാത്രകളൊക്കെ പോകുന്ന ആൾക്കാർ പറയുന്ന അനുഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോ ആസാമിലേക്ക് പോയ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോയ ഒരു സുഹൃത്ത് പറഞ്ഞത്, അതായത് 70 വർഷം മുമ്പ് കേരളം എങ്ങനെയായിരുന്നുവോ അതാണിപ്പോ അവിടുത്തെ അവസ്ഥ. അപ്പോ നമ്മള് ഇന്നത്തെ പ്രവർത്തനങ്ങൾ, അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ സ്കൂളും മറ്റു കോളേജ് നടത്തുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടേയിരിക്കണം. എത്ര പീഡനം സഹിച്ചാലും അത് ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും, തീർത്തും നമ്മുടെ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യമല്ല.
പക്ഷേ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അത് തുടർന്നുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആ നാട്ടുകാർക്ക് അതിന്റെ വെളിച്ചം ലഭിക്കട്ടെ. അങ്ങനെ മാത്രമാണ് ഇന്ത്യയിൽ വെളിച്ചം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ പിൻവാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് അടുത്തൊരു 5 വർഷം കൊണ്ട് ഇതെല്ലാം മാറി വരുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും ഈ കാലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക്, അനീതികൾക്ക് ഒക്കെ ഉത്തരം നൽകുവാൻ തീർച്ചയായിട്ടും ശ്രീ ജോർജ് കുര്യന്റെ സാന്നിധ്യത്തിന് സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത് കേവലം ഒരു ജാതിയുടെ മതത്തിന്റെ ഒക്കെ പ്രാതിനിധ്യങ്ങൾക്കപ്പുറത്ത് നീതിക്കൊപ്പം നിൽക്കുവാനും നീതി നിർവഹിക്കുവാനുമുള്ള ആ ദൗത്യം ഏറ്റവും മനോഹരമായി നിർവഹിക്കുവാൻ ശ്രീ ജോർജ് കുര്യന് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള ഫിഷറീസ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിലൂടെ സഹമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടരുമ്പോൾ തീർച്ചയായിട്ടും അത് ജനമനസ്സുകൾക്ക്, ജനസമൂഹങ്ങൾക്ക് ആ നന്മ ലഭിക്കട്ടെ. ദ ഫയറും ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.